അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരഗാച്ചി മോസ്കോയിലെത്തി. പാകിസ്ഥാൻ, ഒമാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം റഷ്യൻ തലസ്ഥാനത്തെത്തിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം നടത്തുന്ന കൂടിക്കാഴ്ച പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലും ആഗോള നയതന്ത്രത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് കരുതപ്പെടുന്നത്. തന്റെ വിദേശ പര്യടനത്തിന്റെ മൂന്നാം ഘട്ടമായി മോസ്കോയെ തിരഞ്ഞെടുത്തതിലൂടെ റഷ്യയുമായുള്ള തന്ത്രപരമായ ബന്ധത്തിന് ഇറാൻ നൽകുന്ന പ്രാധാന്യമാണ് വ്യക്തമാകുന്നത്. പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി അമേരിക്കയ്ക്കെതിരെ കടുത്ത ഭാഷയിലാണ് അരഗാച്ചി പ്രതികരിച്ചത്. മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ സ്തംഭിച്ചതിന് ഉത്തരവാദി അമേരിക്കയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അമേരിക്കയുടെ അമിതമായ ആവശ്യങ്ങളും തെറ്റായ സമീപനങ്ങളുമാണ് കാര്യങ്ങൾ വഷളാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിനും തുടർ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളായ പാകിസ്ഥാനുമായും ഒമാനുമായും ചർച്ചകൾ നടത്തേണ്ടത് അനിവാര്യമായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാഷിംഗ്ടണിൽ നിന്നുള്ള നയതന്ത്ര സമ്മർദ്ദങ്ങളെ മറികടക്കാൻ പ്രാദേശിക ശക്തികളുടെയും റഷ്യയുടെയും പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. ട്രംപ് ഭരണകൂടം അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ റഷ്യയുടെ മധ്യസ്ഥതയും പിന്തുണയും ഇറാന് അത്യാവശ്യമാണ്. മോസ്കോയിൽ വെച്ച് നടക്കുന്ന ഈ ചർച്ചകളിൽ പുതിയ ആണവ കരാറുകളെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രതിരോധ സഹകരണത്തെക്കുറിച്ചോ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. അമേരിക്കയുടെ ഫ്ലോഡ് അപ്രോച്ച് പശ്ചിമേഷ്യയെ കൂടുതൽ യുദ്ധത്തിലേക്ക് നയിക്കുകയാണെന്നാണ് ഇറാന്റെ പക്ഷം. ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ പലപ്പോഴും അമേരിക്കയുടെ കടുംപിടുത്തം കാരണം വഴിമുട്ടിപ്പോയിരുന്നു. ഈ സാഹചര്യത്തിലാണ് മോസ്കോയെ ഒരു രക്ഷാകവചമായി ഇറാൻ കാണുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക സഹകരണം ഇതിനകം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അരഗാച്ചിയുടെ ഈ സന്ദർശനം ആശങ്ക വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ്. പാകിസ്ഥാനിലും ഒമാനിലും തനിക്ക് ലഭിച്ച സ്വീകാര്യതയും പിന്തുണയും പുടിനുമായുള്ള ചർച്ചകളിൽ അരഗാച്ചി ഒരു കരുത്തായി ഉയർത്തിക്കാട്ടും. മേഖലയിലെ രാജ്യങ്ങൾ അമേരിക്കൻ പക്ഷത്തല്ലെന്നും സമാധാനത്തിനായി ഇറാന്റെ നിലപാടുകളെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹത്തിന്റെ ശ്രമം. പശ്ചിമേഷ്യയിലെ യുദ്ധവും ഇസ്രായേലിന്റെ നീക്കങ്ങളും ചർച്ചാ വിഷയമാകുന്ന ഈ കൂടിക്കാഴ്ചയിൽ അമേരിക്കയെ പ്രതിരോധിക്കാൻ പുടിൻ എന്ത് തന്ത്രമാവും മുന്നോട്ട് വയ്ക്കുക എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ ഈ നയതന്ത്ര പര്യടനം ആഗോള ശക്തി സമവാക്യങ്ങളിൽ പുതിയൊരു ചേരി രൂപപ്പെടുത്തുന്നതിന്റെ സൂചന കൂടിയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നയതന്ത്ര നീക്കം വെറും ഒരു സന്ദർശനമല്ല, മറിച്ച് അമേരിക്കയ്ക്കുള്ള ശക്തമായ താക്കീത് കൂടിയാണ്. ഉപരോധങ്ങൾ കൊണ്ട് തങ്ങളെ തകർക്കാൻ കഴിയില്ലെന്നും ശക്തരായ സുഹൃത്തുക്കൾ തങ്ങൾക്കുണ്ടെന്നും ഇറാൻ തെളിയിക്കുന്നു. വരും ദിവസങ്ങളിൽ മോസ്കോയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ അന്താരാഷ്ട്ര വിപണിയെയും രാഷ്ട്രീയത്തെയും ഒരുപോലെ സ്വാധീനിക്കും. സമാധാന ചർച്ചകൾ പുനരാരംഭിക്കണമെങ്കിൽ അമേരിക്ക തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തണമെന്ന ഉറച്ച സന്ദേശമാണ് അരഗാച്ചി ഇതിലൂടെ നൽകുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ അടുത്ത ബന്ധം അമേരിക്കയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ്. സൈനികമായും സാങ്കേതികമായും ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നത് മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ ബാധിക്കും. അരഗാച്ചിയുടെ മോസ്കോ യാത്ര പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുമെന്ന് നിസ്സംശയം പറയാം. നയതന്ത്രത്തിന്റെ ലോകത്ത് ഇറാൻ തങ്ങളുടെ കരുത്തുറ്റ സാന്നിധ്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചെടുക്കുകയാണ്. അമേരിക്കൻ വിദേശ നയം നേരിടുന്ന വെല്ലുവിളികളെയാണ് അരഗാച്ചിയുടെ പ്രസ്താവനകൾ തുറന്നു കാട്ടുന്നത്. ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ റഷ്യയെ പോലൊരു വൻ ശക്തിയുടെ ഇടപെടൽ ഇറാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നു. സമാധാനത്തിനായുള്ള പാതയിൽ തങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും റഷ്യ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നുമുള്ള ഇറാന്റെ ആത്മവിശ്വാസം ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുടിൻ അരഗാച്ചി കൂടിക്കാഴ്ചയുടെ ഫലം പശ്ചിമേഷ്യയുടെ ഭാവി നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും.